ഹൗ ടു സെറ്റ് എ ഹെൽത്തി ബൗണ്ടറി ഇൻ എ റിലേഷൻഷിപ്പ്. ബന്ധങ്ങൾ സുദൃഢമാക്കാൻ ഹെൽത്തി ബൗണ്ടറീസ്. കേട്ടിട്ടുണ്ടോ? നമ്മൾ നല്ല സ്മൂത്തായിട്ട് റിലേഷൻഷിപ്പ് പോകാൻ വേണ്ടി മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യില്ലേ? ഈ അഡ്ജസ്റ്റ്മെൻറ്റ് എന്നുള്ള വാക്ക് തന്നെ ചില സമയത്ത് ബന്ധങ്ങൾ സ്പോയിൽ ചെയ്യാനും മതി. അങ്ങനെയും വന്നിട്ടുണ്ട് അല്ലേ? കുറേ അഡ്ജസ്റ്റ് ചെയ്ത് സഫർ ചെയ്ത് ഫൈനലി ലെറ്റ്സ് ബ്രേക്കപ്പ് എന്ന് പറയും. അവിടെയാണ് ഹെൽത്തി ബൗണ്ടറിയുടെ ഇമ്പോർട്ടൻസ് ഉള്ളത്. ബൗണ്ടറീസ് ആർ ഇമ്പോർട്ടൻറ്റ് ഇൻ ഹെൽത്തി ബാലൻസ്ഡ് റിലേഷൻഷിപ്പ്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ബൗണ്ടറി ഏതാണെന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കണം. നിനക്ക് എന്നോട് ഇത്രത്തോളം മോശമായി പെരുമാറാൻ പറ്റുള്ളൂ എന്ന് പറയണം. അല്ല, അതിലും താഴ്ന്ന് നീ എന്നോട് മോശമായി പെരുമാറിയിട്ട് കാര്യമില്ലടോ എന്ന് പറയാനുള്ളൊരു സ്വാതന്ത്ര്യം ഏത് ബന്ധത്തിലായാലും ഉണ്ടാവണം. ഏത് ബന്ധമായിക്കോട്ടെ, അതിപ്പോൾ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നിങ്ങൾ ഇത്രത്തോളം മോശമായി എന്നോട് പെരുമാറാൻ പറ്റുള്ളൂ എന്ന് ഒരു പാരൻറ്റിനോട് ചൈൽഡ് പറയണോണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ചില അബ്യൂസീവ് പാരൻറ്റിങ്ങിലൊക്കെ കുറേ നമ്മളെ അബ്യൂസീവ് വേർഡ് ഉപയോഗിച്ച് നമ്മുടെ കോൺഫിഡൻസിനെ തകർക്കുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകുമ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾ പറയണ കേട്ടിട്ടുണ്ട്, ഇത്ര മതി കേട്ടോ, ഇറ്റ്സ് എനഫ് ഫോർ മീ എന്നുള്ളത്. അത് പറയാൻ ഇപ്പോഴത്തെ മക്കൾക്ക് ധൈര്യവും ഉണ്ട് കേട്ടോ. ഇനി നമ്മളൊരു ലൈഫ് പാർട്ട്ണർ, ഒരു പാർട്ട്ണറുടെ കൂടെ ജീവിക്കുമ്പോൾ അപ്പോഴും നമ്മൾക്ക് പറയാനുള്ള ധൈര്യം വേണം. എനഫ്, ദിസ് ഇസ് എനഫ്. അബ്യൂസീവ് വേർഡ്സ് ആയാലും ഫിസിക്കൽ അബ്യൂസ് ആയാലും മെൻ്റൽ അബ്യൂസ് ആയാലും വാട്ട് എവർ ഇറ്റ് ഈസ്, ആ ഒരു ബൗണ്ടറി ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്യണം. ഇത്രത്തോളെ നിങ്ങൾക്ക് എന്നെ ഉപദ്രവിക്കാൻ സാധിക്കുള്ളൂ. സോറി, ഉപദ്രവിക്കുക എന്നുള്ള വേർഡ് പറയാൻ പാടില്ല. കാരണം അത് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉള്ള ഒരു വേർഡാണല്ലോ. അല്ലെങ്കിൽ ഇത്രത്തോളെ നിങ്ങൾക്ക് എന്നോട് റെസ്പോണ്ട് ചെയ്യാൻ ഞാൻ അനുവദിച്ചു തന്നിട്ടുള്ള ബൗണ്ടറി ഉള്ളൂ എന്ന് ക്ലിയർ കട്ടായിട്ട് ഡിഫൈൻ ചെയ്യാം. സോ ദാറ്റ് വിൽ മേക്ക് എ ഹെൽത്തി റിലേഷൻഷിപ്പ്. അത് നമ്മളുടെ ഐഡൻറ്റിറ്റീനെയും നമ്മുടെ വെൽബീയിങ്ങിനെയും ഒരുപാട് സ്വാധീനിക്കുന്നുണ്ട്. ഹെൽത്തി ബൗണ്ടറി, നമ്മളുടെ എക്സ്പെക്റ്റേഷൻ എന്താണ് ഈ റിലേഷൻഷിപ്പിൽ എന്നുള്ളത് ആ അപ്പുറത്തുള്ള ആൾക്ക് നന്നായി മനസ്സിലാവണം. നമ്മൾ കണ്ടിട്ടില്ലേ, ചുറ്റുമതിൽ തീർത്ത് ഫെൻസിങ് തീർത്ത് നമ്മളുടെ ബൗണ്ടറീസ് നമ്മൾ കീപ്പ് ചെയ്യാറില്ലേ നമ്മുടെ ചുറ്റുമുള്ളത്. ബിക്കോസ് നോബഡി ഷുഡ് എൻറ്റർ ഇൻ ടു അവർ ടെറിട്ടറി. അതുപോലെ നമ്മളൊരു ഡാമിലായാലും വെള്ളം കെട്ടിയൊക്കെ നിർത്തുമ്പോൾ എന്താ, അവിടെ നമ്മളൊരു ബാരിയർ വെക്കുന്നുണ്ട്, അവിടേക്കും ഇവിടേക്കും ഓവർഫ്ലോ ആയി പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ടിരിക്കാൻ. അതുപോലെ തന്നെയാണ് കേട്ടോ ഒരു റിലേഷൻഷിപ്പിലും. നമ്മുടെ റിലേഷൻഷിപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആരുമായിക്കോട്ടെ, പാരൻസ് ഉള്ളതായിക്കോട്ടെ, പാർട്ട്നേഴ്സ് ഉള്ളതായിക്കോട്ടെ, പാരൻറ്റ് ചൈൽഡ് ആയിട്ടുള്ളതായിക്കോട്ടെ, നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആയാലും, അതുപോലെ തന്നെ നമ്മുടെ ഇൻലോസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പും വാട്ട് എവർ ഇറ്റ് ഈസ്, ഡിഡ് യു ഫീൽ പ്രഷർ ടു ഡു തിങ്സ് ദാറ്റ് ഡിഡിൻ മാച്ച് യുവർ വാല്യൂസ്? നിങ്ങളുടെ വാല്യൂസിന് മാച്ച് ചെയ്യാത്ത എന്തെങ്കിലും കാര്യത്തിന് നിങ്ങൾ സ്വയം സാക്രിഫൈസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ബൗണ്ടറി കീപ്പ് ചെയ്യേണ്ട ഒരു സമയമായിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം കേട്ടോ. നമ്മളുടെ ഇന്നർ പീസിനെ സ്പോയിൽ ചെയ്യണ ഒന്നും നമ്മുടെ ചുറ്റും ഉണ്ടാവരുത്. കീപ്പ് യുവർ സെൽഫ് എ ബൗണ്ടറി. അതിൻ്റെ ഉള്ളിൽ നമ്മൾ സുഖമായി സേഫായിട്ടിരിക്കണം. എന്തിനാ ഇതൊക്കെ? നമ്മൾ എന്തിനാ ബൗണ്ടറി കീപ്പ് ചെയ്യണ്? ദ കീ ഓഫ് ഹാപ്പിനെസ്, നമ്മളുടെ സന്തോഷം നമ്മളുടെ കയ്യിൽ തന്നെ ഇരിക്കണം. ഇതൊരു ടൈപ്പ് ഓഫ് സെൽഫ് കെയർ ആണ് കേട്ടോ. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കണം എന്നുള്ളത്. കാരണം നമ്മുടെ സന്തോഷത്തിൻ്റെ കീ എന്തിനാ മറ്റുള്ള ഒരാൾക്ക് കൊടുക്കുന്നത്? ആ സന്തോഷം നമ്മുടെ വീട്ടിൽ പ്രതിഫലിക്കും. നമ്മളുടെ സന്തോഷം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരിലെയും പ്രതിഫലിക്കും. നമ്മൾ സന്തോഷമായിരുന്നാലല്ലേ നമ്മുടെ വീട് സന്തോഷമാവുള്ളൂ, എന്നാലല്ലേ നാട് സന്തോഷമാവുള്ളൂ അല്ലേ? അതുകൊണ്ട് പ്രയോറിറ്റൈസ് യുവർ ഹാപ്പിനെസ്. എന്തിന്? മറ്റുള്ളവർ നമ്മുടെ ബൗണ്ടറിയിൽ കയറി ഇടപെട്ട് നമ്മൾ സെൻസിറ്റീവ് ആകുമ്പോഴാട്ടോ ഇത്ര അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. സെൻസിറ്റീവ് അല്ലാത്ത ആൾക്കാർക്ക് ഒന്നും പ്രശ്നമില്ല. അവർക്ക് കറക്റ്റ്ലി ഹൗ ടു റെസ്പോണ്ട് എന്നുള്ളത് അറിയാം. പക്ഷേ സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് റെസ്പോണ്ട് ചെയ്യാൻ അറിയില്ല. പെട്ടെന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ കയ്യിൽ കയറി അമർത്തിപ്പിടിച്ചു, നമ്മുടെ ഷോൾഡറിൽ മീൻഫുള്ളി നല്ല അവർ വേണം എന്ന് വെച്ചിട്ട് തന്നെ നമ്മുടെ ഷോൾഡറിൽ 2 അടി അടിച്ചു. അത് പാറ്റല്ല, അത് ടാപ്പല്ല, അത് ബീറ്റാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ
നമ്മുടെ ഉള്ളിലുണ്ടാവുന്ന വിഷമമില്ലേ, വൈ ഐ ഡോണ്ട് കീപ്പ് എ ബൗണ്ടറി എന്നുള്ളത് ഒന്ന് ചിന്തിച്ച് നോക്കൂ. എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന്. എക്സ്പെക്റ്റ് ചെയ്യാണ്ട് കിട്ടണ ഇങ്ങനത്തെ ഓരോ സന്ദർഭങ്ങളുണ്ടല്ലോ, എന്തുകൊണ്ടാണ് നമ്മൾ അനുഭവിക്കേണ്ടി വരുന്നത്? പെർഫെക്റ്റ് ആയിട്ട് ഒരു ബൗണ്ടറി നമ്മൾ കീപ്പ് ചെയ്തില്ല. സോ ഇഫ് യു ഹാവ് നോട്ട് kept any boundary in any relationship, please make your own boundary to make yourself safe and secure. Don't give key of happiness to anyone. Okay, lock it, keep it safe. Thank you for listening to me, Jita.